ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ 14ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലേ? സോ അത് PYQs ആയിരുന്നു. ആ ചോദ്യങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിലെ ചോദ്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആസ് യൂഷ്വൽ നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടിരിക്കുന്നത് എന്തായിരുന്നു? ഒരു പ്രീവിയസ് ഇയർ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ചോദ്യം? ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? 2 ടേബിൾ ഉണ്ട്. അതിൽ ആദ്യത്തെ ടേബിളിൽ സ്റ്റേറ്റുകൾ അല്ലെ, ഡിഫറെന്റ് സ്റ്റേറ്റ്സും അവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, കോടിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ടേബിൾ എന്താ തന്നിരിക്കുന്നത്? ഓരോ സെക്ടറിലും അല്ലെ, ഡിഫൻസ് സെക്ടറിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ടെലികോം സെക്ടറിൽ, ഇൻഷുറൻസ് സെക്ടറിൽ, ഫാർമസ്യൂട്ടിക്കൽസിൽ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് അതർ സെക്ടറിൽ ഒക്കെ എത്രയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നത് ഈ ഓരോ സംസ്ഥാനത്തും എന്ന് പറഞ്ഞു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം ഡിഫൻസ് സെക്ടറിൽ 25.6% ആണ് ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നത്. ഇതാണ് സംഭവം തന്നിരിക്കുന്നത്. സെക്ടർ വൈസ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റിലുള്ള സെക്ടർ വൈസ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് താഴത്തെ ടേബിളിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ ടേബിളിൽ സ്റ്റേറ്റ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആദ്യത്തെ ചോദ്യം? എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്രോർ ഇൻ അതർ സെക്ടർ ഇൻ ഓൾ ദ 7 സ്റ്റേറ്റ്സ് ടുഗദർ? എല്ലാ സ്റ്റേറ്റും കൂടെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതർ സെക്ടറിൽ എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെയത് കാണാം? ഇവിടെ അറിയാം ഓരോ സംസ്ഥാനത്തും ഉള്ളതിന്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിന്റെ 19.5% ആണ് എന്തെന്ന് പറയുന്ന സാധനം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതർ സെക്ടർ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഓരോ സംസ്ഥാനത്തെയും 19.5% കാണുന്നതിന് പകരം എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ 19.5% കിട്ടിയാൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഭവം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഈ 7 സ്റ്റേറ്റുകളിലും കൂടി മൊത്തം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നമ്മൾ നോക്കണം. അതിനെന്ത് ചെയ്യണം? അതിലെ എല്ലാം കൂടെ കൂട്ടി നോക്കണം അല്ലെ. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇത് കൂട്ടുമ്പോ എത്ര കിട്ടാം? കൂട്ടുമ്പോൾ എല്ലാവരുടെയും 0 ആണ് ലാസ്റ്റ്. സോ 0, പിന്നെ 8 6 14, 14 6 20, 28, 28 4 32, 32 6 38 രണ്ടും 40ന് 0 അല്ലെ. ബാക്കി 4 ശിഷ്ടം, 4 1 5, 5 5 10, 19, 19 19 3 22, 22 4 26, 26 6 32 8, എഗെയിൻ 40ന് 0, ബാക്കി വീണ്ടും 4 ശിഷ്ടം അല്ലെ. 4 3 7, 7 3 10, 13, 13 14, 15, 16, 16 3 19. സോ 19,000 crore ആണ്, 19,000 കോടി രൂപയാണ് മൊത്തം സംസ്ഥാനങ്ങളിലെ ആകെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം അല്ലെ. ഈ 7 സംസ്ഥാനങ്ങളിലും കൂടെ ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 19,000 ആണ്. ആ 19,000 എത്ര പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടത്? ദാറ്റ് ഈസ് 19.5% ആണ് അതർ സെക്ടറിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ 19,000 എത്ര പെർസെന്റേജ് കാണണം? 19.5% കാണണം. എങ്ങനെ കാണും? 19,000 10% എന്ന് പറയുമ്പോൾ 1,900 ആണ് അല്ലെ. 19,000 കോടിയുടെ 1,900 കോടിയാണ്. 20% പറയുമ്പോൾ ഇതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ? 1,900 ഇരട്ടി 3,800, 20%. പക്ഷെ 19.5% പോരെ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിലെ 1% ഒരു 0.5% കുറച്ചാൽ മതി അല്ലെ. 1% എത്രയായിരിക്കും? 190 ആയിരിക്കും അല്ലെ. 1% പറയുമ്പോൾ 190, അപ്പൊ 0.5% പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കില്ലേ? 1% പകുതി അല്ലെ 0.5%. ഇപ്പൊ എത്രയാ? 190ന്റെ പകുതി? 190ന്റെ പകുതി 95 ആയിരിക്കും അല്ലെ. 150ന്റെ പകുതി 90, പകുതി 5, അങ്ങനെ 95 ആയിരിക്കും. അപ്പൊ 3,800ന്ന് 95 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. സോ 3,705 കോടി ആയിരിക്കും ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അതർ സെക്ടർ. സിമ്പിൾ അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 3,705 കോടിയാണ് ആൻസർ. ക്ലിയർ? യെസ്. Moving to the second question. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? The foreign investment in insurance sector in Rajasthan is approximately dash percentage of the foreign investment in construction sector in Haryana. അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇൻഷുറൻസ് സെക്ടർ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിൽ നോക്കൂ, രാജസ്ഥാനിലെ കേസ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ 3,120ന്റെ അല്ലെ, 3,120ന്റെ ഇൻഷുറൻസ് സെക്ടറിലുള്ള സാധനം ആവശ്യങ്ങൾ അല്ലെ. ഇൻഷുറൻസ് സെക്ടറിൽ എത്ര പെർസെന്റേജ് ആണ്? 18.5% ആണ്. സോ 3,120ന്റെ 18.5%. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ നിങ്ങൾ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. 3,200ന്റെ 18.5% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20% ഒരു 1.5% കുറച്ചാൽ മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അപ്പോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം അല്ലെ. 3,220ന്റെ 18.5% കാണാന്ന് പറയുമ്പോൾ 20% എത്രയാ? 3,220 10% 312. അപ്പൊ അതിന്റെ ഇരട്ടിയായിട്ടുള്ള 624 ആയിരിക്കും. എത്ര പെർസെന്റേജ്? 20%. അതിൽ ഒരു 1.5% കുറച്ച് നമുക്ക് 18.5% കിട്ടില്ലേ? എത്രയായിരിക്കും? 1%. 31.2 ആയിരിക്കും 1%. 0.5% വരുമ്പോൾ ഇതിന്റെ പകുതി അല്ലേ? എത്രയായിരിക്കും? 31.2ന്റെ പകുതി
21.2ന്റെ പകുതി എന്ന് പറയുന്നത് 30ന്റെ പകുതി എന്ന് പറയുന്നത് 15, 1ന്റെ പകുതി എത്രയാണ്? അര, 0.2ന്റെ പകുതി 0.1. അപ്പൊ എത്രയായിരിക്കും വരിക? 30ന്റെ പകുതി 15, അരയും 15, 15.6. 15.6 ആയിരിക്കില്ലേ? 1.2ന്റെ പകുതി യെസ് 15.6. സോ ഈ 15.6 624 കുറച്ചാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 18.5% കിട്ടും. എത്രയായിരിക്കും വരിക? നമുക്കറിയാം ഇവിടെ സിസ്റ്റം അല്ലെ 3 3 5 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെടുത്തു, ഇവിടെ 1 13 8 1 പോയപ്പോ 0 608.4 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഓക്കെ, 608.4 കോടി രൂപയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് രാജസ്ഥാൻ ഇൻ ഇൻഷുറൻസ് സെക്ടർ. ഇനി എന്താ നമ്മൾ കണ്ടത്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ ഹരിയാന. ഹരിയാനയിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ എത്രയാ നോക്കൂ. ഹരിയാനയിലെ 3880 കോടിയാണ് ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ എത്രയാണ് വരുന്നത്? 14.4% ആണ് അല്ലെ. അപ്പൊ 3880ന്റെ 14.4% നമുക്ക് കാണും. സോ 3880ന്റെ 14.4% കാണാൻ മീൻസ് എങ്ങനെ ചെയ്യാം? 10% എത്രയായിരിക്കും? ഒന്നുകിൽ 15% എത്ര കുറച്ചാൽ മതി? ഒരു 0.6% കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലെ. നമുക്ക് 15% മൈനസ് 0.6% ചെയ്യാം. എത്രയാണ്? 10% എത്രയാ? 388 അല്ലെ. അപ്പൊ 10% 388 ആണെങ്കിൽ അതിന്റെ പകുതി അല്ലെ 5% എന്ന് പറഞ്ഞാൽ 388ന്റെ പകുതി എത്രയായിരിക്കും? 300ന്റെ പകുതി 150, 88ന്റെ പകുതി 44, എത്ര വരിക? 194 എന്ന് വരും. സോ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 15% കിട്ടും. 8 4 12 അല്ലെ, ബാക്കി ഒന്ന് 9 10 8 18, ബാക്കി ഒന്ന് 3 2 5. 582 ആയിരിക്കും 15% എന്ന് പറയുന്ന സ്ഥാനം അല്ലെ. 582. ഇനി നമ്മൾ അതിന് എത്ര കുറയ്ക്കണം? ഒരു 0.6% കുറയ്ക്കണം അല്ലെ. 582 ആണ് 15% മൈനസ് 0.6% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 0.1% എത്രയായിരിക്കും? ഓക്കെ, എത്രയായിരിക്കും 1%? 3.8 അല്ലെ. 0.1% എത്രയായിരിക്കും? 0.38 ആയിരിക്കും അല്ലെ. അപ്പൊ ആ 0.38നെ അല്ലെ 10% പറയുമ്പോൾ 388, സോറി 0.38 അല്ല, 10% 388, 1% 38.8. അതിന്റെയും ഒരു പോയിന്റ് മാറ്റുമ്പോഴായിരിക്കും 0.1% കിട്ടുക. അപ്പൊ 3.88 ആണ് എത്ര പെർസെന്റേജ്? 0.1%. അപ്പൊ അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ? 3.88നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ? 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 0.6%. എത്രയായിരിക്കും വരിക? 8 48 അല്ലെ, ബാക്കി 4, 8 48 4, 52ന് 5, ബാക്കി 5, 18 5 23.28 ആണല്ലോ. നമ്മൾ 582ന്ന് 23.28 കുറയ്ക്കണം അല്ലെ. 23.28 കുറയ്ക്കുമ്പോൾ എത്ര വരിക? ഇവിടെ ശിഷ്ടമില്ല അല്ലെ. 0 0 ആകുമ്പോൾ എന്താ വരിക? നമുക്കറിയാം കടമെടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നായിരിക്കും കടമെടുത്ത് പോവാ അല്ലെ. അപ്പൊ ഇവിടെ എത്രയായി? 9 ഇവിടെ 10, 8 പോയപ്പോ 2, 9 2 പോയപ്പോ 7, പിന്നെ 1 3 പോയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് കടമെടുത്തു 7 കടമെടുത്തു, സോറി 8 കടമെടുത്തു അല്ലെ. ഇവിടെ 11 11 3 പോയപ്പോ 8 വന്നു, 7 2 പോയപ്പോ 5 558.72 എന്നാണ് കിട്ടി. സോ നമുക്ക് കിട്ടി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ ഹരിയാന എന്ന് പറയുന്ന 558.72 ആണ്. 558.72ന്റെ എത്ര പെർസെന്റേജ് ആണ് 608.4 എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 558.72ന് എത്ര പെർസെന്റേജ് ആണ് 608.4 എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഏകദേശം എത്രയായിരിക്കും? ആലോചിച്ച് നോക്കിയേ. 558.72നേക്കാൾ കൂടുതലായിരിക്കും 608 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 50 അല്ലേ കൂടുതല്? 50 ഒക്കെ ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്ന സാധനം. 50 കറക്റ്റ് ആയിട്ട് വരുമോ? ഇല്ല, 50 അല്ലെ. 558 പ്ലസ് 50 എന്ന് പറയുമ്പോൾ എത്ര വരിക? 608 എന്നാണ് വരും. ഏകദേശം ഒരു 50 ആയിരിക്കും കൂടുതൽ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ 101 ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലെ. ഒരു പെർസെന്റേജ് ഒന്നുമില്ല. 558.72ന്റെ 10% ആണ് 55.8. അപ്പൊ 50 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8% ആ റേഞ്ചിലായിരിക്കും വരിക അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? 108 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. 108 ആയിരിക്കും ഏകദേശം ആൻസർ ആയിട്ട് വരിക. സോ ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കാൻ വേണമെങ്കിൽ 55.8 അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് പറയുമ്പോൾ 5.58 ആ റേഞ്ചിലാണ് വരിക. സോ അതിനെ 8 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 50ന് അടുത്ത് വരുന്നുണ്ടോ നോക്കട്ടെ. 64, ബാക്കി 6 അല്ലെ. 8 40 46, ബാക്കി 4, 8 40 4 446 അല്ലെ. 44.64 ആ റേഞ്ചിൽ തന്നെയാണ് വരിക അല്ലെ. അപ്പൊ ഏകദേശം 108 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എത്രയാണ് വരിക? 108% ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് സെക്ടർ ഇൻ രാജസ്ഥാൻ എന്ന് പറയുന്നത് എത്രയാണ്? 38 സോറി എത്രയാ? 3880 അല്ലെ. 3880
80. രാജസ്ഥാന്റെ കേസ് 3120 ആണ് അല്ലെ. 3120ന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും? ഇൻഷുറൻസ് സെക്ടർ അല്ലെ 18.5. അപ്പൊ 3120 ഇൻറ്റു 18.5 ഡിവൈഡഡ് ബൈ നമ്മുടെ എവിടുത്തെ ഹരിയാനയിലെ കേസ് ആണെങ്കിൽ 3880ന്റെ ഏത് സെക്ടറാണ്? കൺസ്ട്രക്ഷൻ സെക്ടർ ആകുമ്പോൾ 14.4. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഇൻറ്റു 100 എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ ചെറുതാക്കാം. ഡിവൈഡ് ബൈ 100 എഴുതാം. 18.5% പറയുമ്പോൾ ഡിവൈഡ് ബൈ 100 എഴുതിയാലും താഴെ ഡിവൈഡ് ബൈ 100 എഴുതിയാലും 100 വെട്ടിപ്പോകും. കാലം ഇങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പൊ ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. ഒന്നുകിൽ 3220 ഇൻറ്റു 18.5 ഡിവൈഡ് ബൈ 3880 ഇൻറ്റു 14.4 ഇൻറ്റു 100 എഴുതിയിട്ട് നമ്മൾ അതിനെ ചെറുതാക്കും, വെട്ടി ചെറുതാക്കും ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. അത് വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഇൻ AP. ആന്ധ്രാപ്രദേശിലെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ആന്ധ്രാപ്രദേശിൽ അല്ലെ നമുക്ക് എത്രയാ? 1460 കോടിയാണ്. അതിൽ ഫോറിൻസ് ഏതിലാണ്? ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ 8.5% ആണ്. എന്താ ചെയ്യേണ്ടത്? 1460ന്റെ 8.5% കണ്ടുപിടിക്കണം. സോ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 10% മൈനസ് 1.5% ചെയ്യാലോ. 10% എത്രയാ? 146 മൈനസ് 1.5% പറയുമ്പോൾ 15% കണ്ടുപിടിച്ചിട്ട് ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5% കിട്ടില്ലേ? 10% 146 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 146ന്റെ പകുതി 140ന്റെ പകുതി 76ന്റെ പകുതി 3 അല്ലെ 73 ആയിരിക്കും. അപ്പൊ 146ഉം 73ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15% കിട്ടും. സോ 6 3 9 7 4 11 ബാക്കി 1 219 എന്ന് കിട്ടും. സോ 15% 219 ആണെങ്കിൽ വാട്ട് ഈസ് 1.5% to 21.9 ആയിരിക്കും. അപ്പൊ 146 21.9 കുറയ്ക്കണം. സോ എന്ത് വരും? 0 പോവാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കട്ടെടുത്ത് 19 പോയ 1 5 3 പോയ 4 4 2 പോയ 2 1 124.1 കോടി ആയിരിക്കും ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആന്ധ്രാപ്രദേശിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ എന്ത് കാണണം? ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടെലികോം സെക്ടർ ഇൻ ഡൽഹി. ഡൽഹിയിലെ ടെലികോം സെക്ടറിലെ എത്രയാ നോക്കൂ? 1660ന്റെ എത്ര പെർസെന്റേജ് കാണണം? ടെലികോം സെക്ടർ എന്ന് പറയുമ്പോൾ 13.5%. സോ എന്ത് ചെയ്താൽ മതി? 13.5% കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 10% കണ്ടുപിടിച്ച് അതിനോടൊപ്പം 3.5% കൂട്ടും. അല്ലെങ്കിൽ 15% 1.5% കുറച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 13.5% അല്ലേ? അപ്പൊ 15% മൈനസ് 1.5% ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം 15% കണ്ടുപിടിച്ചാൽ 1.5% കണ്ടുപിടിക്കാൻ ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? എത്രയാണോ 15% അതിന് ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 1.5% കിട്ടും. ഇതായിരിക്കും 1660ന്റെ 15%. 1660ന്റെ 10% പറയുമ്പോൾ 166. 166നൊപ്പം എന്ത് കൂട്ടണം? 166 പ്ലസ് അല്ലെ? നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 166 പ്ലസ് 166ന്റെ പകുതി എത്രയാണ്? 83 ആയിരിക്കും അല്ലെ? അപ്പൊ 166 83 കൂട്ടിയാ 6 3 9 8 6 14 അല്ലെ? ബാക്കി ഒന്ന് 249 കിട്ടും. സോ 15% 249 ആണെങ്കിൽ 249 ആണെങ്കിൽ 1.5% 24.9 അല്ലെ? 249 24.9 നമുക്ക് കുറയ്ക്കണം. സോ എത്രയായിരിക്കും വരിക? ഇവിടെ 0 അല്ലെ? സോ 8 1 അല്ലെ? 8 4 പോയ 4 4 2 പോയ 2 224.1 എന്നായിരിക്കും വരിക. സോ 224.1നേക്കാൾ എത്ര കുറവാണ് എന്ത്? 124.1 എന്നുള്ളതാണ് ചോദ്യം. 224.1നേക്കാൾ എത്ര കുറവാണ് 124.1? 100 അല്ലേ? യെസ്. അപ്പൊ 100. ആ 100 എന്ന് പറയുന്നത് എന്തിന്റെ? 224.1ന്റെ എത്ര പെർസെന്റേജ് ആണ് അപ്രോക്സിമേറ്റ്ലി എന്നുള്ളതാണ് ചോദ്യം. 100 എന്ന് പറയുന്ന സാധനം 100.0 എഴുതുക 100 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 100 ഡിവൈഡ് ബൈ 224.1 ഇൻറ്റു 100 അപ്രോക്സിമേറ്റ്ലി അല്ലേ ചോദിച്ചേക്കണം. അപ്പൊ 224 എത്ര പെർസെന്റേജ് ആയിരിക്കും 100 എന്നൊന്ന് ആലോചിച്ച് നോക്കി. 224ന്റെ പകുതി എത്രയാ? 112 ആണ് അല്ലെ? അപ്പൊ 112നേക്കാൾ കുറവാണല്ലോ അല്ലെ? 112നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ എന്തായില്ല? ഇവിടുത്തെ 49.6 ഒന്നും ആവാൻ വഴിയില്ല അല്ലെ? 112നേക്കാൾ 12 ഒക്കെ അല്ലേ കുറവ്? നോക്കൂ 224.1ന്റെ 10% എത്രയാ? 22.4 അല്ലെ? 22.41. ഈ 112നേക്കാൾ 12 കുറവാണല്ലോ 100 എന്ന് പറയുമ്പോൾ. അപ്പൊ ആ 12 എത്രയായിരിക്കും അപ്രോക്സിമേറ്റ്ലി എന്ന് കണ്ടുപിടിച്ചാൽ മതി. 112 എന്ന് പറയുമ്പോൾ 50%. അതിന് 12 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിന് കുറച്ചാൽ പോരെ? യെസ്. 12 എത്രയായിരിക്കും? 224.1ന്റെ 10% 22.4 അല്ലെ? എത്രയായിരിക്കും? ജസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ
5% എത്രയായിരിക്കും? 22.41 എത്ര പെർസെന്റേജ് എങ്കിൽ 10% എങ്കിൽ 5% എത്രയായിരിക്കും? 11 പോയിന്റ് സംതിങ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു 11 ആ റേഞ്ച് ഒക്കെ തന്നെ എന്നോട് കുറവ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 5% മൈനസ് ചെയ്യണം എന്നുള്ളതാണ് അപ്രോക്സിമേറ്റ്ലി. ദാറ്റ് മീൻസ് 15 മൈനസ് 5 എത്രയാണ് വരിക? ഒരു 45% ആ റേഞ്ചിലായിരിക്കും വരിക അല്ലെ? ഇപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? ഒന്നുകിൽ 45.8 ആയിരിക്കാം, അല്ലെങ്കിൽ 44.6 ആയിരിക്കാം. കാരണം രണ്ടിനുള്ള സാധ്യതകളുണ്ട് അല്ലേ? സോ ഇപ്പോ 45നേക്കാൾ കൂടുതലായിരിക്കും 45നേക്കാൾ കുറവായിരിക്കും ആൻസർ? നോക്കൂ, 5% എന്ന് പറയുമ്പോൾ 11 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലെ? 22.41 ആണ് 10%. 11 പോയിന്റ് സംതിങ്, 11.2 സംതിങ് ഒക്കെ 2.5 ഒക്കെ ആയിരിക്കും എത്ര പെർസെന്റേജ്? 5%. അപ്പൊ എന്തായാലും എന്തിനേക്കാൾ കുറവായിരിക്കും? 12 എന്ന് പറയുന്ന സാധനം 5%, 11 പോയിന്റ് സംതിങ് ആണ്. 12 എന്ന് പറയുന്ന സാധനം അല്ലെ? 5% എത്രയാണെങ്കിൽ 11 പോയിന്റ് സംതിങ് ആണെങ്കിൽ 12 എന്ന് പറയുന്ന സാധനം 5%നേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കില്ലേ? ഒരു 6% അത്രയും വരില്ല, 5 പോയിന്റ് സംതിങ് പെർസെന്റേജ് ആയിരിക്കും അല്ലേ? 50 മൈനസ് 5 പോയിന്റ് സംതിങ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക? ഇറ്റ് ഈസ് 44.6, 45.8 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്ത? 100 224.1ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് നോക്കുക. 224.1ന്റെ 50%, 50% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 224ന്റെ പകുതി എടുത്താൽ മതി, 112 ആ റേഞ്ചിലായിരിക്കും. 112.05 ആ റേഞ്ചിലായിരിക്കും വരിക അല്ലെ? അത് 50%. അപ്പൊ അതിനേക്കാൾ കുറവാണല്ലോ 100, ആണ് ഒരു 12 കുറയാണ് അല്ലെ? 11.2 എന്നൊക്കെ പറയുമ്പോഴായിരിക്കും എത്ര പെർസെന്റേജ് വരിക? 5% വരിക. 112 50% ആണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പോയിന്റ് ഇടയ്ക്ക് എടുത്താൽ വരെ 11.2 ആയിരിക്കും. 5%നേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും 12 എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഏകദേശം 50 5 പോയിന്റ് സംതിങ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. 50 മൈനസ് 5 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ 44 പോയിന്റ് അല്ലേ നമുക്ക് ആൻസർ വരിക അല്ലെ? 50 5 പോയാൽ 45, പിന്നെ ഒരു സംതിങ് കൂടെ കുറയ്ക്കണം, മീൻസ് എത്രയായിരിക്കും വരിക? 44.6 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്റ്റേറ്റ്സ് ദ റേഷ്യോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിഫൻസ് സെക്ടർ ഈസ് 52:23 അല്ലെ? ഡിഫൻസ് സെക്ടറിൽ എത്രയാണ്? 25.6% ആണല്ലോ. ഇപ്പൊ നമുക്ക് തൽക്കാലം രാജസ്ഥാനെയും തമിഴ്നാട്ടിനെയും നോക്കി നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റേഷ്യോ കാണുമ്പോൾ നമ്മൾ എങ്ങനെ കാണാം? ഇപ്പോ രാജസ്ഥാന്റെ കേസ് ആണെങ്കിൽ എന്ത് എഴുതും? 3120 ഇൻറ്റു 25.6 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതും. റേഷ്യോ എന്ന് പറയുമ്പോൾ വീണ്ടും ഡിവൈഡ് എന്ത് ചെയ്യും? തമിഴ്നാടിന്റെ കേസ് എത്ര എഴുതാം? 1350 ഇൻറ്റു 25.6 ബൈ 100 എന്നല്ലേ എഴുതാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 25.6 ഡിവൈഡഡ് ബൈ 100ഉം 25.6 ബൈ 100ഉം രണ്ടും കോമൺ ആയിട്ട് വരില്ലേ? അപ്പൊ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ? സോ ഒരേ സെക്ടറിൽ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതുക? ഇതിന്റെ പെർസെന്റേജ് ഒന്നും കാണാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് കണ്ടാൽ മാത്രം മതി? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ തന്നെ ആയിരിക്കും ഡിഫൻസ് സെക്ടർ ആയാലും ടെലികോം സെക്ടർ ആയാലും. ഓക്കെ, രണ്ട് കോമൺ സെക്ടർ ആണ്. ഇപ്പൊ ഒന്ന് ഡിഫൻസ് സെക്ടറിന്റെയും പിന്നെ ടെലികോം സെക്ടറിന്റെയും ആണ് ചോദ്യമെങ്കിൽ നമ്മൾ അതിന്റെ പെർസെന്റേജ് കണ്ടെഴുതണം. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താ? ഡിഫൻസ് സെക്ടറിൽ എത്രയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പിന്നെ നമ്മൾ എന്തൊന്നും കാണണ്ട, സെപ്പറേറ്റ് പെർസെന്റേജ് ഒന്നും കാണും, ജസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് എടുത്ത് നോക്കാം. രാജസ്ഥാനും തമിഴ്നാടും എടുത്ത് നോക്കാം. രാജസ്ഥാന്റെ കേസ് എത്രയാ? 3120 ഡിവൈഡഡ് ബൈ. തമിഴ്നാടിന്റെ കേസ് എത്രയാ? തമിഴ്നാട്ടിൽ 1380. ഇത് രണ്ടും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ. 52.23 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ ഇത് രണ്ടും വെട്ടിപ്പോയി. 2 എന്ന് മുകളിൽ കിട്ടണമെങ്കിൽ 312, സോറി 52നെ എത്ര കൊണ്ട് ഗുണിച്ചാലായിരിക്കും 312 കിട്ടാം? 52 ഇൻറ്റു 6, 50 ഇൻറ്റു 6 300, 2 ഇൻറ്റു 6 12. ശരിയല്ലേ? അപ്പൊ 52 ഇൻറ്റു 6 ഗുണിക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? അതേ 6 വെച്ച് 23 ഇൻറ്റു 6 138 ആണോ നോക്കി നോക്കൂ. 23 ഇൻറ്റു 6 18, ബാക്കി ഒന്ന് 26 12 13. കറക്റ്റ് ആണ് അല്ലെ? സോ 6 വെച്ച് വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ ഇവിടെ 52, ഇവിടെ 23 വരും. സോ 52:23 എന്ന് വരുന്ന ഏതിന്റെയാണ്? രാജസ്ഥാന്റെയും തമിഴ്നാടിന്റെയാണ്. ഇതിന്റെ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കണം. സോ നമുക്ക് അവിടേക്കൊന്നും പോണ്ടി വന്നില്ല. ഓപ്ഷൻ എ തന്നെ ഇതിന്റെ ആൻസർ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഫ്ലോ ബിറ്റ്വീൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിഫൻസ് സെക്ടർ ഇൻ ഗുജറാത്ത് ആൻഡ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഷുറൻസ് സെക്ടർ ടുഗദർ ഇൻ മധ്യപ്രദേശ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് കാണണം? ഗുജറാത്തിലെ ഡിഫൻസ് സെക്ടറിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാണാം. അപ്പൊ ഗുജറാത്തിൽ 3940 ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? അതിൽ ഡിഫൻസ് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25.6% അല്ലെ? സോ അപ്പൊ നമ്മൾ എന്ത് കാണണം? 3940ന്റെ 25.6% കാണണം. സോ എങ്ങനെ കാണാം? 25% കാണാൻ എളുപ്പമല്ലേ? ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി അല്ലെ? സോ 50% പറയുമ്പോൾ ബൈ 2, 25% പറയുമ്പോൾ ബൈ 4 എത്രയായിരിക്കും വരിക?
4 36, ബാക്കി 34, N4 32, ബാക്കി 2 ശേഷം 20-ൽ 5 അല്ലെ. 985 കോടിയായിരിക്കും 25%. പക്ഷെ ഒരു 0.6% കൂടെ കാണണ്ടേ? 0.6% എങ്ങനെ കാണാം? 0.5% പ്ലസ് 0.1% കൂട്ടിയാൽ മതി ഇല്ലേ? സോ അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. യെസ്, 0.5% എത്രയായിരിക്കും? 10%. 3940ന്റെ 10% 394. 1% എത്രയായിരിക്കും? 39.4. ഇതിന്റെ പ്രതിയായിരിക്കില്ലേ 4%, 0.5% പറയുമ്പോ എത്രയായിരിക്കും വരിക? 39.4 പകുതി. 39.4ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം എന്ത് ചെയ്യാം? 30ന്റെ പകുതി 15 ആണ്. 9ന്റെ പകുതി 4.5 ആണ്. 9.5 ആയി. 0.4ന്റെ പകുതി പറയുമ്പോൾ 0.2 ആണ് അല്ലെ. 9.7 ആയിരിക്കും. നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 19, 38.7, 0.7, 1.4. കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 39.4. 1% കിട്ടുന്നില്ലേ? സോ 19.7. ഇനി 0.1% എത്രയായിരിക്കും? ജസ്റ്റ് എന്ത് ചെയ്യാം? 3.94 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ 3.94. അതായത് 10% 394, 1% 39.4. ഒരു പോയിന്റ് കൂടെ മാറ്റുമ്പോഴാണ് 0.1% കിട്ടുക. അപ്പൊ എത്രയായിരിക്കും? 3.94. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇറ്റ് ഈസ് 4, 9, 7, 16 അല്ലെ. ബാക്കി 1, 3, 4, 13, ബാക്കി 1, 23.64. സോ 985-നൊപ്പം 23.64 കൂടെ കൂട്ടും. എത്ര വരും? 4, 6, 5, 3, 8, 8, 2, 10, ബാക്കി 1, 9, 10. 28.64 കോടി രൂപയാണ് എവിടെ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡിഫൻസ് സെക്ടറിൽ ഗുജറാത്തിൽ ഡിഫൻസ് സെക്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 18.64 രൂപയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് and in construction and insurance sectors together in മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ എത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്? 3560 കോടി രൂപയാണ്. ആ 3560ന്റെ എത്ര പെർസെന്റേജ് കണ്ട്? കൺസ്ട്രക്ഷനിലെയും ഇൻഷുറൻസ് സെക്ടറിലും രണ്ടും കാണാം അല്ലെ. കൺസ്ട്രക്ഷനിൽ 14.4%, ഇൻഷുറൻസ് സെക്ടറിൽ എത്രയാണ്? ഇൻഷുറൻസ് സെക്ടറിൽ 18.5% ആണ്. അപ്പൊ നമ്മൾ എന്ത് കാണണം? 14.4%ഉം 18.5% സെപ്പറേറ്റ് കാണണം. രണ്ട് നമ്മൾ 3560 കാണാൻ പോകുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള പെർസെന്റേജ് കണ്ടാൽ മതി. എത്രയായിരിക്കും? 18.5 പ്ലസ് 14.4% എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരാം 18, 14, 32 വരും അല്ലെ. 18, 10, 28, 4, 32. 0.5, 0.4 കൂടെ കൂട്ടും എത്ര കിട്ടാം? 0.9 കിട്ടും. ദാറ്റ് ഈസ് 32.9% ആണ് കാണേണ്ടത്. 32.9% കാണാം. സോ അഗെയിൻ നമുക്ക് ഇപ്പോ എന്ത് ചെയ്യാം? 33% വേണമെങ്കിൽ 0.1% കുറച്ചാൽ മതി അല്ലെ. ഇപ്പൊ 32.9% കിട്ടില്ലേ. സോ 33% മൈനസ് 0.1%. എത്രയായിരിക്കും? 3560ന്റെ 10% 356 ആയിരിക്കും. 30% ഇൻറ്റു 3 ചെയ്താൽ മതി. 300 × 3 900, 9 × 3 150 അല്ലെ. അപ്പൊ 1050, പിന്നെ 6 × 3 18, 1068 ആയിരിക്കും 30% എന്ന് പറയുന്ന സമയം അല്ലെ. 356 × 3 നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗുണിച്ചു നോക്കാം. 356 × 3, 3, ബാക്കി 1 അല്ലെ. 3, 15, 1, 16, ബാക്കി 1, 3, 9, 1. 1068 അല്ലേ? യെസ്, 1068 30% ആണെങ്കിൽ എത്രയായിരിക്കും? 3%, 106.8 അല്ലേ. സോ ആ 106.8 ഇതിനോടൊപ്പം കൂട്ടി നോക്കും. എത്ര കിട്ടാം? നമുക്ക് 1068 അല്ലെ 106.8 കൂടെ കൂട്ടി നോക്കാം. അപ്പൊ 1068 പ്ലസ് 106.8 എത്ര വരാ? 0.8 അല്ലെ. 2, 6, 14, ബാക്കി 1, 6, 7, 1, 1174.8. സോ 33% 1174.8 ആണ്. അതിൽ നമുക്ക് 0.1% കുറക്കണം. എത്രയാണ് 0.1% വരെ? അവിടെ 3560 അല്ലേ. 3560 10% 356, 1% 35.6, 0.1% ആണെങ്കിൽ 3.56 അല്ലെ. സോ അപ്പൊ 3.56 നമുക്ക് കുറയ്ക്കാം. ഇപ്പൊ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എത്രയാ? 0 6 പോവില്ല അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കണ്ടെടുത്തു 16 പോയപ്പോ 4, 7 5 പോയപ്പോ 2, 4 3 പോയപ്പോ 1 അല്ലെ. പിന്നെ 7 1 1. 1171.24 ആയിരിക്കും വരിക. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസിലേക്ക് കണ്ട് 1008.64, 1171.24 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണിച്ചത്. 1171.24 മൈനസ് 1008.64 കുറച്ച് നോക്കാം. 0, 2, 4 പോകാത്തോണ്ട് നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തു. ഇവിടെ 0 ആയി. ഇവിടെ 12, 12 4 പോയ എത്ര വരും? 6. 0 8 പോയില്ല. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തു. 10 8 പോയപ്പോ 2, 6 0 പോയപ്പോ 6. പിന്നെ 1 0 പോകുമ്പോ എത്ര വരും? 1 1 പോയാ 0. അപ്പൊ 162.
8 എന്നായിരിക്കും വരും. സോ ഇവിടെ ഓപ്ഷൻ ഡിയും കൂടി ഉണ്ട്, അത് നമുക്ക് ഇവിടെ വിട്ടുപോയതാണ്. സോ ഓപ്ഷൻ ഡി എത്രയാണ്? 162.6 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ആൻസർ ഇസ് 162.6. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ് ചെയ്തെന്നുള്ളത് ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്തെത്തിക്കാൻ വേണ്ടി പറ്റും. നമ്മളൊന്ന് പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ ആൻസേഴ്സ് കിട്ടും. നമ്മളിത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുത്തത്. ഓക്കെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നല്ലോ. യെസ്, ഇനി നിങ്ങൾ അടുത്ത ചോദ്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പ്ലസ് മറ്റ് ചോദ്യങ്ങൾ ഇട്ടിരുന്നത്. അത് നമുക്ക് എന്തുകൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിട്ട് ഇട്ടത്. ഇതിന്റെ ചോദ്യം എന്താ? എ മോട്ടോർ ബോട്ട് speed is 15 kilometer per hour is in still water goes 30 kilometer downstream and comes back in a total of 4 hours and 30 minutes. The speed of the stream is എന്നാണ് ചോദ്യം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് നമുക്ക് എപ്പോഴും രണ്ട് തരത്തിലുള്ള സ്പീഡ് ആണ് ഉള്ളത്. അപ്സ്ട്രീം സ്പീഡ് ഉണ്ടാവും, ഡൗൺ സ്ട്രീം സ്പീഡും ഉണ്ട്. ഓക്കെ, അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണോ ഒഴുക്കുക ആ ഒഴുക്കിനെതിരെ നമ്മൾ തുഴയുകയാണെങ്കിലാണ് അപ്സ്ട്രീം വരിക. ഓക്കെ, അപ്പൊ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒഴുക്ക് എങ്ങോട്ടാണ് അതിനെതിരെ നമ്മൾ പോകുന്നു, സ്ട്രീമിനെതിരെ. ഓക്കെ, ആൻഡ് ഡൗൺ സ്ട്രീം മീൻസ് നമ്മൾ നേരെ എന്തിനെ താഴേക്ക് ആകുന്നു, നമ്മുടെ എവിടേക്കാണോ ഒഴുക്ക് ആ ഒഴുക്കിനൊപ്പം പോകുന്നു. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള സ്പീഡുകളെ കുറിച്ചാണ് നിങ്ങൾ ഈ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്. ഒന്ന് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, അതാണ് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. 15 കിലോമീറ്റർ പെർ അവർ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് ആലോചിക്കേണ്ടത് സ്പീഡ് ഓഫ് സ്ട്രീം. നമ്മുടെ ഒഴുക്കിന് ഒരു സ്പീഡ് ഉണ്ടാവില്ലേ, അതാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബോട്ട് ഒഴുക്കിന് എതിരെ പോകുമ്പോ, ബോട്ട് ഒഴുക്കിനെതിരെ തള്ളുമ്പോ വെള്ളം ഇങ്ങോട്ട് തള്ളില്ലേ, അപ്പൊ ശരിക്കും അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ആയിരിക്കും. അല്ലെ, സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ആയിരിക്കും എന്ത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം. കാരണം നമ്മുടെ ബോട്ട് അങ്ങോട്ട് പോകും, വെള്ളം ഇങ്ങോട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ വാട്ട് ഈസ് ഡൗൺ സ്ട്രീം സ്പീഡ്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വെള്ളത്തിന് അനുസരിച്ച് വെള്ളത്തിനൊപ്പം എന്നും കൂടെ പോകും, ബോട്ടും കൂടെ പോകും. അപ്പൊ ഓൾറെഡി ബോട്ടിന്റെ സ്പീഡ് നമുക്ക് വെള്ളവും തട്ടുന്നു, അപ്പൊ സ്പീഡ് കൂടുതലേ ചെയ്യാം. അപ്പൊ സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആയിരിക്കും നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ്. ഈ രണ്ട് കണ്ടീഷൻസും ഈ കൺസെപ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനത്തിനെ ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ ബോട്ടിന്റെ സ്പീഡ് 15 കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ പോകുന്നു. സപ്പോസ് ഇവിടെ 4 ആണ് എന്തിന്റെ ഇതെങ്കിൽ നമ്മുടെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? ഇവിടെ 15 പോകുമ്പോൾ 11 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അപ്സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? എങ്ങനെയാണെങ്കിൽ ഈ 30 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 30/11 ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം 11 കിലോമീറ്റർ പെർ അവർ, അങ്ങോട്ടും 30 കിലോമീറ്റർ ആണ്, താഴേക്കും 30 കിലോമീറ്റർ ആണ്. ഇതാണോ ഡൗൺ സ്ട്രീമിൽ പോയി ആദ്യം, എന്നിട്ട് തിരിച്ചു വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം ഒഴുക്കിനെതിരെ പോയി, ഒഴുക്കിന്റെ ഒപ്പം പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആണ് ഓപ്ഷൻ എങ്കിൽ 15 4 കൂട്ടുമ്പോൾ 19 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. 19 കിലോമീറ്റർ പെർ അവറിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു? എങ്ങനെ കണ്ടുപിടിക്കും? 30/19 ചെയ്ത് അല്ലെ, എന്നിട്ട് അതിനോടൊപ്പം 30/11 നേരെ ഓപ്പോസിറ്റ് പോകണ്ടേ, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 മണിക്കൂർ 30 മിനിറ്റ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമുക്ക് ഈ 4 ഒക്കെ കൂട്ടുന്നതിന് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഈ 5 ഒന്ന് ചെയ്തു നോക്കാം. അതായത് 15 കിലോമീറ്റർ പെർ അവർ ആണ് ബോട്ടിന്റെ സ്പീഡ്, അത് വെള്ളത്തിന്റെ സ്പീഡ് 5 ആണെന്ന് വിചാരിക്കാം. ഡൗൺ സ്ട്രീം പോകുമ്പോൾ എത്ര കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി മറ്റേ ബോട്ട് പോവാം? 20 കിലോമീറ്റർ പെർ അവറിൽ പോലെ, ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ പോലെ, 15 പ്ലസ് 5 20 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 30 കിലോമീറ്റർ പോവാൻ വേണ്ടിയിട്ട് അല്ലെ, 30 കിലോമീറ്റർ പോവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയേ. 20 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകുന്നു, അടുത്ത അരമണിക്കൂറിൽ 10 കിലോമീറ്റർ പോകുന്നു, 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവും ഈ സാധനം. എവിടേക്ക്? നമ്മുടെ താഴേക്ക് പോവാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ടാവും. ഇനി നേരെ തിരിച്ച് അതിനെ ഓപ്പോസിറ്റ് വരികയാണ്, എങ്ങടെ സ്ട്രീം വരികയാണ്. സ്ട്രീം വരുമ്പോൾ എന്താ സംഭവിക്കാം? നമ്മുടെ ബോട്ട് അങ്ങോട്ട് പോവും, വെള്ളം ഇങ്ങോട്ട് തട്ടും. അപ്പൊ 15 കിലോമീറ്റർ പെർ അവർ ആണ് ബോട്ടിന്റെ സ്പീഡ് എങ്കിൽ 5 കിലോമീറ്റർ പെർ അവർ ആണ് സ്ട്രീമിന്റെ സ്പീഡ് എങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? 15 മൈനസ് 5 10 കിലോമീറ്റർ ആയിരിക്കും അല്ലെ, 10 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂർ 10 കിലോമീറ്റർ ആണെങ്കിൽ അങ്ങോട്ട് 30 കിലോമീറ്റർ അല്ലേ? 10 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുന്ന ആലോചിച്ച് നോക്കിയേ. 3 മണിക്കൂറിൽ എടുക്കാം. 10 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകുന്ന ഒരു വണ്ടി 30 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കും? 3 മണിക്കൂർ എടുക്കുക അല്ലെ.
ഈ 1.5 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 4.5 hours. കറക്റ്റ് അല്ലേ? 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എന്നുള്ളത്. സോ ആൻസർ ഏതാ? 5 ആയിരിക്കും ആൻസർ. ഇത് മറ്റു രീതിയിലൊന്നും ചെയ്യണ്ട, ഈ രീതിയിൽ അങ്ങനെ ചെയ്ത് എത്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ മാൻ ഈസ് 24 years older than his son. In 2 years his age will be twice the age of his son. The present age of his son is എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. സോ അഗെയിൻ ഓപ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് ഇപ്പോ ആളുടെ മകന്റെ വയസ്സ് 14 ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും? 24 കൂട്ടണം അല്ലെ. 14 24 കൂട്ടി എത്രയാ നോക്കൂ? 30 ആയിരിക്കും. 2 വർഷം കഴിഞ്ഞാൽ മകന്റെ വയസ്സ് 16 ആവും, അച്ഛന്റെ വയസ്സ് 38 പ്ലസ് 2 40 ആവും അല്ലെ. ഇരട്ടിയാണോ? 16ന്റെ ഇരട്ടിയാണോ? ഹിസ് ഏജ് വിൽ ബി ട്വൈസ് എന്നാ പറയുന്നത് അല്ലെ. 2 വർഷങ്ങൾക്ക് ശേഷം ഏജ് ഇരട്ടിയാവുന്ന പറയണ. ഇരട്ടിയല്ലല്ലോ, അപ്പൊ 14 അല്ല. ഇത് 18 ആണെങ്കിൽ മകന് 18 ആണെങ്കിൽ 18 പ്ലസ് 24 അച്ഛൻ എത്രയായിരിക്കും? 42 ആയിരിക്കും വരിക. 2 വയസ്സ് 2 വർഷം കഴിയുമ്പോൾ 44 ആവും, മകന് 20 ആവും. ഇരട്ടിയല്ലല്ലോ, അല്ല അല്ലെ. ഇത് 20 ആണെങ്കിലോ, മകന് 20 വയസ്സാണെങ്കിൽ 24 വയസ്സ് കൂട്ടി 44 വയസ്സായിരിക്കും അച്ഛന്. 2 വർഷം കഴിയുമ്പോൾ 46 മകൻ 22 ആവും. സോ ഇരട്ടിയല്ലല്ലോ, അല്ല. നമ്മുടെ ഓപ്ഷൻ ഡി തന്നെ ആയിരിക്കും ആൻസർ. എന്നാലും നമുക്ക് നോക്കി നോക്കാം. 22 24 കൂട്ടും 46 ഇപ്പൊ അച്ഛന്റെ വയസ്സ്. മകൻ 2 വർഷം കഴിയുമ്പോൾ 24 ആവും, അച്ഛന് 48 ആവും. കറക്റ്റ് അല്ലേ? 24 ഇരട്ടിയല്ലേ 48. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ കണ്ടുപിടിക്കുന്നതാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് എളുപ്പം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോ എ മാൻ പർച്ചേസ്ഡ് സം ഓറഞ്ചസ് അറ്റ് 4 ഓറഞ്ചസ് ഫോർ ₹7 അല്ലെ. 7 രൂപയ്ക്ക് 4 ഓറഞ്ച് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ഓറഞ്ചിന്റെ വില എത്രയായിരിക്കും? 7 രൂപയ്ക്ക് 4 ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത്, 1 ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം എത്രയായിരിക്കും? 7/4 ആയിരിക്കും. 8 രൂപയ്ക്ക് 4 വാങ്ങിക്കുകയാണെങ്കിൽ 1ന് 2 അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. 8/4 2 എന്നല്ലേ കണ്ടുപിടിക്കാം. 10 രൂപയ്ക്ക് 5 വാങ്ങുകയാണെങ്കിൽ 10/5 ഒന്നിന്റെ വില 2. 10 രൂപയ്ക്ക് 10 വാങ്ങുകയാണെങ്കിൽ 10/10 ഒന്നിന്റെ വില 1. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം. സോ അതേപോലെ 7 രൂപയ്ക്ക് 4 വാങ്ങിച്ചു പറയുമ്പോൾ 7/4 ആയിരിക്കും വില. നമ്മൾ അതിന് ചെറുതാക്കാൻ നിൽക്കണ്ട, ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. 7/4 തന്നെ കിടക്കട്ടെ. ആൻഡ് സോൾഡ് ദം അറ്റ് 7 ഓറഞ്ചസ് ഫോർ ₹13 എന്ന് പറയുമ്പോൾ വിറ്റ വില, ഒരു ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? എത്രയായിരിക്കും വരിക? 13 രൂപയ്ക്ക് 7 വിറ്റു പറയുമ്പോൾ ഒരു ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 13/7 ആയിരിക്കും. 13/7. 20 രൂപയ്ക്ക് 5 വിറ്റു പറയുമ്പോൾ 20/5 4 ആണോ ഒന്നിനെ വിറ്റ വില അല്ലെ. അപ്പൊ അതേപോലെ 20/7. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഓറഞ്ചിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? പ്രോഫിറ്റ് ഓഫ് 1 ഓറഞ്ച് എത്രയായിരിക്കും? പ്രോഫിറ്റ് ഓഫ് 1 ഓറഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പൊ 13/7 മൈനസ് 7/4 എത്രയായിരിക്കും ആൻസർ വരിക? എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. 13 into 4 52 മൈനസ് 7 into 7 49 ഡിവൈഡഡ് ബൈ 7 into 4 എത്ര കിട്ടും? 28 അല്ലെ. അപ്പൊ 52 മൈനസ് 49 എന്ന് പറയുമ്പോൾ 3/28 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ ഇനി മൊത്തത്തിൽ എത്ര രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 30 രൂപ ലാഭം കിട്ടിയെന്നാ പറഞ്ഞത്. ഒരു ഓറഞ്ചിന് 3/28 ആണ് ലാഭമെങ്കിൽ എത്ര ഓറഞ്ച് വിറ്റു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എണ്ണം വിറ്റപ്പോ നമുക്ക് 30 രൂപ കിട്ടി എന്നാ പറഞ്ഞേക്കണേ അല്ലെ. അപ്പൊ എങ്ങനെയത് കണ്ടുപിടിക്കണ്ടേ? 3/28 ഇൻറ്റു എക്സ് ഈക്വൽ ടു 30 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന സാധനം എത്ര ഓറഞ്ച് വിറ്റു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 30 ഇൻറ്റു 3/28 അങ്ങനെ പോകുമ്പോൾ എന്ത് വരും? 28/3. സോ 30 3 എത്ര പ്രാവശ്യം പോകും? പ്രാവശ്യം. അപ്പൊ 10 ഇൻറ്റു 28 280. അപ്പൊ ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഒരു ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കും, ഒരു ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഓറഞ്ചിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. എന്നതിന് ശേഷം ആ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഓറഞ്ചസ്, എത്ര ഓറഞ്ചിന് വിറ്റു എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്പർ ഓഫ് ഓറഞ്ചിനെ എക്സ് ആയിട്ട് എടുത്തിട്ട് അതേ ഈക്വൽ ടു 13 കൊടുക്കും. അപ്പൊ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ദ ആൻസർ ഈസ് 280. ക്ലിയർ? മൂവിങ്. A train leaves station P at 6 a.m. reaches station Q at 10 a.m. At the same time, that is 6 a.m., another train leaves station Q and reach station P at 9:30 a.m. The two trains cross each other at എത്ര മണിക്ക് അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. സോ ബേസിക്കലി ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട സാധനം ഓരോ ട്രെയിനിന്റെയും സ്പീഡുകൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു കണക്ക് കണ്ടുപിടിക്കാം. സോ അതിന് ഇവിടെ നമുക്ക് അറിയാവുന്നത് ടൈം മാത്രമാണ്. 6 മണിക്ക് പുറപ്പെട്ട ഒരു ട്രെയിൻ 10 മണിക്ക് എത്തി എന്ന് പറയുമ്പോൾ 4 മണിക്കൂറാണ്
ആ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടാവാം അല്ലേ? രണ്ടാമത്തെ ട്രെയിനിന്റെ കേസ് 6 മണിക്ക് പുറപ്പെട്ട ട്രെയിൻ 9:30 എത്തി എന്ന് പറയുമ്പോൾ 3.5 മണിക്കൂറായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എന്തറിയാവുന്നുള്ളൂ? ടൈം മാത്രമേ അറിയാവുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം പി മുതൽ ക്യൂ വരെയാണ് രണ്ടും പിന്ന് ക്യൂയിലേക്കും ഒന്ന് ക്യൂന്ന് പിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? രണ്ട് ട്രെയിനുകളും സഞ്ചരിച്ച ദൂരം സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ ഞാൻ സപ്പോസ് ഡി എന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് എടുക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യ ട്രെയിനിന്റെ സ്പീഡ് എത്രയായിരിക്കും? ഡി ഡിസ്റ്റൻസ് എത്ര മണിക്കൂർ കൊണ്ടാണ് അവർ സഞ്ചരിച്ചത്? 4 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്. സോ ഡി ബൈ 4. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്രയായിരിക്കും? ആദ്യത്തെ ട്രെയിന് ഡി മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രെയിൻ ഡി ദൂരം, ഡി മണിക്കൂർ അല്ല ഡി ദൂരം എത്ര മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു? 3.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. ഡി ബൈ 3.5. 3.5 എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, മറ്റൊരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു. ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് എത്രയായിരിക്കും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ എത്ര മീറ്റർ ഡിസ്റ്റൻസ് വരും എന്നുള്ളതാണ് ചോദ്യം. സോ ആ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡി ബൈ 4 പ്ലസ് ഡി ബൈ 3.5. അതായത് രണ്ട് ട്രെയിനുകളുടെയും സ്പീഡുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഒരു ഉദാഹരണമായിട്ട് 30 km/h ഇങ്ങോട്ട് വരുന്ന ഒരു ട്രെയിന് 20 km/h അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിനും 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഡിസ്റ്റൻസിന് 50 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് ഇപ്പുറത്തേക്ക് 30 കിലോമീറ്റർ വന്നു, മറ്റേത് ഇങ്ങോട്ട് 20 കിലോമീറ്റർ വന്നു. സോ 30 + 20 50 കിലോമീറ്റർ ഈ ഡിസ്റ്റൻസിനിടയിൽ ഒപ്പം ഡിസ്റ്റൻസിൽ 50 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഡി ബൈ 4 പ്ലസ് ഡി ബൈ 3.5 ആയിരിക്കും. ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയേ. 3.5d പ്ലസ് 4d എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം? 7.5d എന്ന് കിട്ടും അല്ലെ? അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. d into 3.5d plus 4 into d 4d. So 7.5d by 4 into 3.5 എത്രയായിരിക്കും? 3.5 into 2 എന്ന് പറയുന്നത് 7 ആണ്. 3.5 into 4 എന്ന് പറയുമ്പോൾ it is 14. അപ്പൊ 7.5d by 14 എന്ന് കിട്ടും. റിലേറ്റീവ് സ്പീഡ് ഇത് നമ്മൾ കണ്ടുപിടിച്ചു. റിലേറ്റീവ് സ്പീഡ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മണിക്കൂർ കഴിയുമ്പോൾ എത്ര സമയം കഴിയുമ്പോൾ ഒരു കണ്ടുമുട്ടും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. T is equal to d by s അഥവാ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്റ്റൻസ് d തന്നെയാണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര? റിലേറ്റീവ് സ്പീഡ് എത്രയാ? 7.5d by 14 ആണ് അല്ലെ? അപ്പൊ അതെങ്ങനെയാ ചെയ്യാം? ഇവിടെ d by 1 എഴുതി കഴിഞ്ഞാൽ it is d by 1 into എന്താ വരിക? 14 by 7.5d അല്ലെ? ഹരിക്കുന്നത് എങ്ങനെയാ നമുക്കറിയാലോ. ഭിന്നസംഖ്യകളെ ഡിവൈഡഡ് ബൈക്ക് പകരം ഇൻറ്റു എഴുതണം, താഴെയുള്ള സ്ഥാനത്തിന് തിരിച്ചെഴുതണം. അപ്പൊ ഇനി നോക്കിക്കേ, ഡിയും വെട്ടിപ്പോയി. ലാസ്റ്റ് എത്ര വരിക? 14 by 1 into 7.5 എന്ന് പറയുമ്പോൾ 7.5 ആണ് വരും. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അത്രയും സമയം കഴിയുമ്പോഴായിരിക്കും ഇവര് കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. 6 മണി കഴിഞ്ഞ് 6 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്തത്? സോ 6 മണി കഴിഞ്ഞ് ഇത്രയും സമയം കഴിയുമ്പോഴായിരിക്കും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിരുന്നത്. എത്രയായിരിക്കും വരിക? 14 divided by 7.5 എന്ന് പറയുന്ന സാധനത്തിനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 14 divided by 7.5 ചെയ്യാൻ 140 divided by 75 എന്നാക്കാം. കാരണം 7.5 പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിന്റ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ പോയിന്റ് ഇതാണെങ്കിൽ 14.0 എന്നാണ്. അപ്പൊ അതങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 140 എന്ന് കിട്ടും. 140 divided by 75 എന്ത് ക്യാൻസൽ ആയി പോകും? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 5 പോവില്ലേ? സ്ട്രെച്ച് വെച്ചൊന്ന് ചെറുതാക്കിക്കേ. 140 5 പ്രാവശ്യം പോകും. 140 14 5 2 പ്രാവശ്യം, ഈ 2 10, then 8 പ്രാവശ്യം, 8 40 അല്ലെ? 75ലോ ഓറഞ്ച് 5, ബാക്കി 25 പറയുമ്പോൾ 15. ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര മണിക്കൂർ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ താഴെ 60 എന്നാക്കാന്നുള്ളതാണ്. 28/15 വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് അതിന് പകരം ഈ സാധനത്തിനെ 60 എത്ര എന്നുള്ള ലെവലിലേക്ക് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം 60 ഇത്ര എന്ന് പറഞ്ഞ ലെവലിലേക്ക് ആക്കുകയാണെങ്കിൽ 28/15 എങ്ങനെ ചെറുതാക്കും? ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടില്ലേ? അതേപോലെ 4 കൊണ്ട് മുകളിലും ഗുണിക്കാം. സോ 15 × 4 60 ഡിവൈഡ് ബൈ 28 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 28 × 4 എന്ന് പറയുമ്പോൾ 20 × 4 20 × 4 80 അല്ലെ? 4 32. 80 32 കൂട്ടി എത്ര വരിക? 112 എന്ന് കിട്ടും. 112/60 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഇവര് കണ്ടുമുട്ടാം. ഇത് മീൻസ് 112/60 മണിക്കൂർ മീൻസ് 112 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഇവര് കണ്ടുമുട്ടാം. ഓക്കെ, അതായത് 112/60 മണിക്കൂർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ മണിക്കൂറിലായിരിക്കും. ഇത്രയും മണിക്കൂർ കഴിയുമ്പോൾ കണ്ടുമുട്ടുക മീൻസ് എന്താണ് അതിന്റെ അർത്ഥം? ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മിനിറ്റിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും. സോ എത്ര വരിക? 112 മിനിറ്റ് ആയിരിക്കും വരിക.
ഓക്കെ, മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളല്ലേ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 into 60 120 മിനിറ്റ് ആണ്, 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 into 60 180 മിനിറ്റ് ആണ്. തന്നിരിക്കുന്ന അവറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 60 ചെയ്യാം. അപ്പൊ 60 60 വെട്ടിപ്പോയി. സോ എത്ര വരിക? 112 മിനിറ്റ്. ഇനി അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെട്ടിക്കളയാണോ, അതായത് 140/75 എന്നുള്ളതിനെ അവിടെ വെച്ച് തന്നെ 140/75 ഇൻറ്റു 60 ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 112 എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്നും ചെയ്യാം. അതായത് ഇത് കിലോമീറ്റർ അവറിലാണ്, 140/75 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ കണ്ടുപോകുന്നത്. അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 60 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് പോകും? 75ലും 16ലും 60ലും എന്ത് പോകും? 12 പോകും നമുക്കറിയാം. ഇവിടെ 5, ഇവിടെ 4 അല്ലെ, പിന്നെ 5 140 എത്ര 3 നോക്കുമ്പോൾ 28 എന്ന് കിട്ടും. സോ 28 into 4 112 അവിടെ നിന്നും കിട്ടും. എങ്ങനെ വേണമെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ താഴെ 60ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 112 മിനിറ്റ് കഴിയുമ്പോഴാണ് കണ്ടുമുട്ടാം. 112 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് കഴിയുമ്പോൾ 1 മണിക്കൂറായി അല്ലെ. സോ 60 പ്ലസ് എത്രയായിരിക്കും വരിക? 120 ആയിട്ടുമില്ല അല്ലെ. 60 പ്ലസ് എത്രയാ? 52 അല്ലെ 112 എന്ന് പറയുമ്പോ. അപ്പൊ 112 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 hour 52 മിനിറ്റ് ആണ്. 6 മണി കഴിഞ്ഞ് 1 മണിക്കൂറും 52 മിനിറ്റും കഴിയുമ്പോഴാണ് ഇവര് കണ്ടുമുട്ടുന്നത്. മീൻസ് 7:52. ക്ലിയർ ആണല്ലോ? എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കോമൺ ഡിസ്റ്റൻസ് എടുക്കുക അല്ലെ, ദെൻ അതിന്റെ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇവർ കണ്ടുമുട്ടുന്നത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എന്തിനോടൊപ്പം കൂട്ടുക? ജസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന സമയത്തിനൊപ്പം, ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്തിനൊപ്പം കൂട്ടിയാൽ അത്രയും സമയം കഴിയുന്നതായിരിക്കും ഇവര് കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ പ്രൊഡക്റ്റ് 21 ആണ്. സപ്പോസ് എക്സും വൈയും ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എക്സ് വൈ എത്രയാണ്? 21 ആണ്. സം ഓഫ് ദർ സ്ക്വയേഴ്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം എത്രയാണ്? 58 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്താ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നമ്പേഴ്സ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എക്സ് വൈയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് മൈനസ് വൈ ഒക്കെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടേക്കണേ? യെസ്, നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്നൊരു സാധനം അറിയാലോ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അറിയാം 58 ആണെന്ന്, മൈനസ് 2 into xy നമുക്കറിയാം 21 ആണെന്ന്. സോ അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എത്രയാണെന്ന് കിട്ടില്ലേ? അപ്പൊ 58 മൈനസ് 2 into 21 എത്രയാ? 42 ആണ്. 58 മൈനസ് 42 എത്രയായിരിക്കും? 16 ആയിരിക്കും അല്ലെ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 ആണെങ്കിൽ എക്സ് മൈനസ് വൈ എത്രയായിരിക്കും? എക്സ് മൈനസ് വൈ അല്ലേ നമുക്ക് കാണണ്ടേ? എന്ത് വരും? √16 എന്ന് വരും. √16ന്റെ വാല്യൂ എത്രയാ? 4 ആയിരിക്കും. കണ്ടോ? ആ ഒരു ബേസിക് ഐഡിയ അറിയുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ആൻസർ ഈസ് ക്ലിയർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാമായിരുന്നു. സോ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഇട്ടത്, കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇട്ടത്. സോ അത് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇത് ചെയ്ത് എത്തിച്ച ഒരാൾക്ക് മറ്റേത് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.